അതുവേ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന പെൺകുട്ടിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഏതായാലും ഒരു രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കാൻ, ഒരു രാഷ്ട്രീയ പക്ഷം തങ്ങൾക്കുണ്ട് എന്ന് അറിയിക്കാൻ കേരളത്തിന്റെ യുവതയെ അല്ലെങ്കിൽ ഇന്ത്യയുടെ യുവതയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു ചർച്ചയിൽ വരാൻ അവർ തയ്യാറായിട്ടുള്ളതിന് സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. എന്നുള്ളത് കുറെ കൂടി റിയൽ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഈ കോക്രോച്ച് ജനതാ പാർട്ടി പോലെയുള്ള ഒരു സെറ്റാറിക്കൽ, ഒരു മീം ബേസ്ഡ് ഇന്റർനെറ്റ് പൊളിറ്റിക്കൽ മൂവ്മെന്റിലല്ലാതെ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഒരു യുവജന സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കാനും എന്തെങ്കിലും തരത്തിൽ ഗ്രൗണ്ടിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്ന വണ്ണത്തിലുള്ള ഇടപെടലുകൾ നടത്താനും ഈ തലമുറ തയ്യാറായെങ്കിൽ അതിന് കുറെ കൂടി റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതെൻ്റെ വിമർശനമായി ഞാൻ ആദ്യമേ മുന്നോട്ട് വെക്കുകയാണ്. ഇവിടെ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഉന്നയിക്കുന്ന വിഷയങ്ങളും അവർ പറയുന്ന അതിനേക്കുള്ള അവരുടെ നടപടിക്രമങ്ങളും തമ്മിൽ യാതൊരു ബന്ധവും കാണുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു മൂവ്മെന്റ് തുടങ്ങാനുള്ള കാരണമായി പറഞ്ഞത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ നടത്തിയിട്ടുള്ള യുവാക്കൾക്കെതിരെ നടത്തിയിട്ടുള്ള മോശം പരാമർശം എന്നാണ്. ആ പരാമർശം ചീഫ് ജസ്റ്റിസ് തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. നിങ്ങളെല്ലാവരും അത് കേട്ടിട്ടുണ്ടാവും. അത് ഫേക്ക് ലോ ഡിഗ്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസിൽ തെറ്റായിട്ടുള്ള രേഖകൾ കൊടുത്തുകൊണ്ട്, തെറ്റായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചുകൊണ്ട് ലീഗൽ പ്രൊഫഷനിലേക്ക് ആളുകൾ കടന്നു കയറുന്നതിനെതിരെ നടത്തിയിട്ടുള്ള വിമർശനമാണ്. ഇത്തരത്തിൽ വിദ്യാഭ്യാസമില്ലാത്ത അല്ലെങ്കിൽ ജോലിക്ക് കൊള്ളരുതാത്ത ആളുകൾ അവർ ആക്ടിവിസ്റ്റുകളായിട്ട് മാറുന്നു, അവർ RTI ആക്ടിവിസ്റ്റുകളായിട്ട് മാറുന്നു, അവർ കോക്രോച്ചസ് ആയി മാറുന്നു എന്നത് യഥാർത്ഥത്തിൽ അർഹതയില്ലാതെ വ്യാജ ഡിഗ്രികൾ നിർമ്മിച്ചുകൊണ്ട് തൊഴിലിടത്തിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചവരെ പറ്റി പറഞ്ഞതാണ്, യുവാക്കളെ പറ്റി പറഞ്ഞതല്ല എന്ന് ചീഫ് ജസ്റ്റിസ് തന്നെ വിശദീകരിച്ചു. അങ്ങനെയാണെങ്കിൽ ആ മൂവ്മെന്റ് അവിടെ അവസാനിക്കേണ്ടതാണ്. പക്ഷെ ഇവിടുത്തെ ആവശ്യം ചീഫ് ജസ്റ്റിസ് മാപ്പ് പറയണമെന്നോ ചീഫ് ജസ്റ്റിസിനെ സ്ഥാനത്ത് നിന്ന് നീക്കണമോ എന്നുള്ളതല്ല. ചീഫ് ജസ്റ്റിസ് നടത്തിയിട്ടുള്ള പരാമർശത്തിന്റെ പേരിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി മുന്നോട്ട് വരുന്നു. അവരൊരു വളരെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയേറെ പ്രചാരം നേടുകയാണ്. ആദ്യത്തെ ദിവസം ആകുമ്പോഴേക്ക് അവർക്ക് 40,000 ഫോളോവേഴ്സ് ഉണ്ടാവുന്നു. അടുത്ത ദിവസം ആകുമ്പോഴേക്ക് ഏതാണ്ട് 3 മില്യൻ്റെ അടുത്തേക്ക് എത്തുന്നു. പിന്നീട് അത് BJPയെ മറികടക്കാൻ പോകുന്നു എന്നാണ് അതിന്റെ വാർത്താ കൗതുകമായിട്ട് പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത്. നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ പോകുമ്പോൾ അവർ പറയുന്നത് ഈ പറയുന്ന ഒരു സെറ്റാരിക്കൽ, ഒരു മീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ്. ഇതിന്റെ ഭാഗമാകണമെങ്കിൽ നിങ്ങൾക്ക് 4 യോഗ്യതകൾ വേണം എന്നാണ് അവർ പറയുന്നത്. ആദ്യത്തെ യോഗ്യത നിങ്ങൾക്ക് തൊഴിലില്ലാതിരിക്കണം, നിങ്ങൾ അൺഎംപ്ലോയിഡ് ആയിരിക്കണം. രണ്ടാമത്തെ യോഗ്യത നിങ്ങൾ മടിയനായിരിക്കണം. നിങ്ങൾക്ക് ജോലി ഇല്ലാണ്ടിരുന്നാൽ മാത്രം പോരാ, ജോലി ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സും ഉണ്ടാവരുത്, നിങ്ങൾ മടിയന്മാരായിരിക്കണം. മൂന്നാമത്തെ നിങ്ങൾ ക്രോണിക്കലി ഓൺലൈൻ ആയിരിക്കണം. ഒരു ദിവസം ചുരുങ്ങിയത് 11 മണിക്കൂറെങ്കിലും നിങ്ങൾ ഓൺലൈനിൽ ഇരിക്കുന്ന ആളായിരിക്കണം. ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് ഓൺലൈനിലായിരിക്കണം നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ. നാലാമത്തത് നിങ്ങൾ ക്യാൻ റാൻഡ് പ്രൊഫഷണലി എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾക്ക് റാൻഡ് എന്നതിന് മലയാള വാക്ക് ചെലക്കുക എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടി നല്ല വാക്കുണ്ടെങ്കിൽ അങ്ങനെ സൂചിപ്പിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഒരു കാര്യത്തെ പറ്റിയിട്ട് വളരെ പ്രൊഫഷണലായിട്ട് നിർത്താതെ വർത്താനം പറയാൻ സാധിക്കണം. ഈ 4 യോഗ്യതകളുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഭാഗമായി മാറാൻ സാധിക്കും. അവർ പറയുന്നത്, അവരുടെ ആശയം തന്നെ പറയുന്നത് സെക്യുലർ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ആൻഡ് ലേസി എന്നതാണ്. അതായത് മടിയന്മാർക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു പ്രസ്ഥാനം തുടങ്ങുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ തുടങ്ങുന്ന പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ആദ്യഗതിയിൽ ഇതൊന്നും ആയിരുന്നില്ല. ഇപ്പോഴാണ് പിന്നീട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, നീറ്റ് പരീക്ഷയുടെ പ്രശ്നം എന്നൊക്കെ പറയുന്നത്. ആദ്യം മുന്നോട്ട് വെച്ചിട്ടുള്ള 5 പോയിന്റ് അജണ്ട എന്തായിരുന്നു? ആദ്യം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒന്ന്, വിരമിക്കുന്ന ചീഫ് ജസ്റ്റിസുമാർ പിന്നീട് രാജ്യസഭയിലെ അംഗങ്ങളാവാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് BJPക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ വിമർശനമാണോ? ഞാൻ ചോദിക്കട്ടെ, വിരമിക്കുന്ന ചീഫ് ജസ്റ്റിസുമാർ രാജ്യസഭയിലെ അംഗമായിട്ടുള്ള അനുഭവം കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഉണ്ടായിട്ടില്ലേ? ഇപ്പൊ രംഗനാഥ് മിശ്ര 1984 സിഖ് വംശഹത്യാ കേസിൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തതിന് ശേഷം 21ാം ചീഫ് ജസ്റ്റിസ് ആയി മാറുകയും അതിനുശേഷം അദ്ദേഹം 1998 തൊട്ട് 2004 വരെ ഇന്ത്യയുടെ രാജ്യസഭയിൽ കോൺഗ്രസിന്റെ അംഗമായിട്ടിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബഹറുൽ ഇസ്ലാം എന്ന് പറയുന്ന ആൾ ഇതേപോലെ കോൺഗ്രസിന്റെ MP ആയിട്ടിരിക്കുകയും പിന്നീട് ചീഫ് ജസ്റ്റിസ് ആവുകയും വീണ്ടും MP ആവുകയും ചെയ്തിട്ടുള്ള അനുഭവമൊക്കെ ഉണ്ട്. അപ്പൊ ഇത് പൊതുവായിട്ടുള്ള രാഷ്ട്രീയ സംസ്കാരത്തോടുള്ള വിമർശനം എന്നല്ല എടുക്കേണ്ടത്. രണ്ടാമത്തത് പറയുന്നത് വനിതകൾക്ക് 50% സംവരണം വേണം, ക്യാബിനറ്റിലും വേണം, പാർലമെന്റിലും വേണം എന്നുള്ളതാണ്. ആരാണ് അതിനെ അനുവദിക്കാത്തത്? BJPയുടെ നേതൃത്വത്തിൽ വനിതകൾക്ക് 33% സംവരണം കൊണ്ടുവരാൻ വേണ്ടി നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ അതിനെ ഒറ്റക്കെട്ടായിട്ട് എതിർത്ത് തോൽപ്പിച്ചിട്ടുള്ളത് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ്. അങ്ങനെ BJP മുന്നോട്ട് വെക്കുകയും ഇവരെ എതിർക്കുകയും ചെയ്തിട്ടുള്ള ഒരു ആവശ്യം ഇവർ വീണ്ടും ഉന്നയിക്കുന്ന സമയത്ത് അത് BJPക്കെതിരായിട്ടുള്ളൊരു മുദ്രാവാക്യമാവുന്നത് എങ്ങനെയാണ്? അതേപോലെ തന്നെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരാവശ്യമായിട്ട് ഇവർ പറഞ്ഞത് കണ്ടത് മീഡിയ ഹാൻഡിലുകൾ. അതെനിക്ക് വളരെ കൗതുകരമായി തോന്നി. കാരണം ഇവർ ഡെമോക്രസിക്ക് വേണ്ടി നിലനിൽക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ അംബാനിക്കും അദാനിക്കും ഇൻവെസ്റ്റ്മെന്റ് ഉള്ള എല്ലാ മീഡിയ ഹാൻഡിലുകളുടെയും ലൈസൻസ് റദ്ദാക്കണമെന്നോ?
നമുക്ക് അംബാനി അദാനി രാജ്യത്തെ രണ്ട് പ്രധാനപ്പെട്ടിട്ടുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് ആണെങ്കിലും അദാനി കോർപ്പ് ആണെങ്കിലും വലിയ പ്രധാനപ്പെട്ട ക്യാപിറ്റലിസ്റ്റ് വെഞ്ചറുകളാണ്. അവർക്ക് ധാരാളം മേഖലകളിൽ നിക്ഷേപമുണ്ട്. സ്വാഭാവികമായിട്ടും മീഡിയ മേഖലയിൽ നിക്ഷേപമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ CNN, ന്യൂസ് 18, അതേപോലെ തന്നെ മറ്റേ ഫിനാൻസ് കൺട്രോൾ, മണി കൺട്രോൾ, അങ്ങനെയുള്ള ധാരാളം മീഡിയ സ്ഥാപനങ്ങൾ റിലയൻസ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അദാനിയുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് പോസ്റ്റ് പോലെയുള്ള ധാരാളം മാധ്യമ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ന്യൂസ് 18 മലയാളം എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനം അംബാനി ഗ്രൂപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ്. ഇവരെല്ലാം നിരോധിക്കണം, ഇവരുടെ എല്ലാ ലൈസൻസ് റദ്ദാക്കണം എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഒരു പക്ഷത്ത് നിങ്ങൾ ജനാധിപത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നു എന്ന് പറയുന്നു, മറ്റൊരു പക്ഷത്ത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ആളുകളുടെ മാധ്യമ സ്ഥാപനങ്ങളെ എല്ലാം അടച്ചുപൂട്ടണമെന്ന് പറയുന്നു. ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് ഒത്തുപോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അടുത്ത കാര്യം ഈ ഡിഫെക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒരു MLA യോ MP യോ പാർട്ടി മാറുകയാണെങ്കിൽ അവർക്ക് 20 വർഷത്തേക്ക് അയോഗ്യത കൽപ്പിക്കണം എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം. കൂറുമാറ്റത്തിനെതിരെയാണ് ആ നിലപാട്. ഇതൊന്നും ആന്റി BJP ആയിട്ടുള്ള മുദ്രാവാക്യങ്ങളല്ല. ഇതെല്ലാം ജനറലി രാജ്യത്തെ യൂത്തിൻ്റെ ചില ആവശ്യങ്ങളെ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ളതാണ്. എന്നാൽ വളരെ പെട്ടെന്ന് അതിനൊരു ആന്റി BJP ടേൺ വരികയാണ്. ഇതിലേക്ക് യുവാക്കളുടെ പങ്കാളിത്തം ഉണ്ടാകുന്നത് കാണുന്ന സമയത്ത് വളരെ കൃത്യമായിട്ടുള്ള അജണ്ടകളോട് കൂടിയിട്ടുള്ള ചില ആളുകൾ അതിലേക്ക് കടന്നു കയറുകയും അതിൻ്റെ താല്പര്യത്തെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യണം. അപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പെൺകുട്ടിയുടെ രോഷത്തോട് ഞാൻ യോജിക്കുന്നു. ഇപ്പം നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ യുവാക്കൾക്ക് രോഷമുണ്ടാവാം. തീർച്ചയായിട്ടും അതിനെതിരെ പ്രതിഷേധിക്കാനും അതിനെതിരെ സമരം ചെയ്യാനും അതിനെതിരെ നടപടി ആവശ്യപ്പെടാനുള്ള അവർക്ക് അധികാരമുണ്ട്. എന്നാൽ ഇത്തരത്തിൽ സ്വാഭാവികമായ ന്യായമായിട്ടുള്ള രോഷത്തെ പോലും വളരെ കൃത്യമായിട്ടുള്ള അജണ്ടകളോടുകൂടി മറ്റൊരു തരത്തിലേക്ക് തിരിച്ചുവിടുകയും രാജ്യത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെതിരായിട്ട് തിരിച്ചുവിടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നം.